നമ്മുടെ ടെറസിൻ്റെ മുകളിലുള്ള സപ്പോർട്ട നമ്മളൊരു സപ്പോർട്ട് അങ്ങോട്ട് പറിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിൽ അധികമായിട്ടുള്ള പഴങ്ങൾ വന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേളിലുണ്ട്. ഇത് നല്ല പഴുത്തതാണ്. ഇതിപ്പോൾ മൂത്തിട്ടുള്ളൂ, തൊട്ട വഴിക്ക് വന്നു. അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഏകദേശം നമ്മുടെ ഈ മരത്തിൽ വന്നു കഴിഞ്ഞിട്ട് നിറയെ കായ്ക്കളുണ്ട്. ഇതേട്ടോ ഫുള്ള് നിറയെ കായ്ക്കൾ. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു മരം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യത്തിലധികം നമുക്ക് കായ്ക്കൾ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്ന് പറിച്ചെടുക്കാനായിട്ട് പറ്റും. നല്ലൊരു ഫ്രൂട്ട്സ് നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ചൊന്നുമില്ല, ടെറസിൻ്റെ മുകളിൽ ഒരു ഡ്രമ്മിൽ മാത്രമാണ് നമ്മളിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വന്നിട്ട് ധാരാളം കായ്ക്കളുണ്ട്, ഇഷ്ടം പോലെ കൊലയായിട്ടായിരിക്കും നമുക്ക് സപ്പോർട്ട നമുക്ക് ഉണ്ടാവാം. ഇത് നന്നായിട്ട് നമ്മൾ വേറെ പ്രത്യേകിച്ച് പരിചരണങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ആവശ്യമില്ല. നമ്മൾ ആകെ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചാണകപ്പൊടി, അതുപോലെ തന്നെ നാച്ചുറലായിട്ട് വീട്ടിലുള്ള വളങ്ങൾ മാത്രമേ നമ്മൾ ഇതിലിട്ടിട്ടുള്ളൂ. അടുത്തതും പഴുത്തിരിക്കുകയാണ്, തൊട്ട വഴി തന്നെ ചാടിപ്പോന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റുന്നത്. കഴിഞ്ഞ തവണ കുറച്ച് ദിവസം മുമ്പ് ഉണ്ടായിരുന്ന പഴങ്ങളൊക്കെ നല്ല വലിയ പഴങ്ങളായിരുന്നു. ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ട് ഇതെല്ലാം ഇനി ഇത് മൂത്തിട്ടുണ്ട്, അതൊക്കെ ആയി വരുന്നുള്ളൂ. നമുക്ക് 1-2 ദിവസത്തിനുള്ളിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ പറിക്കാനുള്ള പഴങ്ങൾ ഇനി ഇതിൽ ധാരാളമുണ്ട്. ഇതൊക്കെ അത്യാവശ്യം ആയി തുടങ്ങിയ പഴങ്ങളാണ്. പഴമായിട്ടില്ല, മൂത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രമ്മിനുള്ളിൽ നമ്മൾ കുറച്ച് വളമൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ടെറസിന് മുകളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ പരിചരണത്തിൽ നിറയെ പഴങ്ങൾ നമുക്ക് എടുത്തിട്ട് നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. കാരണം ഇതിൽ ധാരാളം നമുക്ക് വൈറ്റമിൻസ് എല്ലാം നമ്മളുടെ ഫ്രൂട്ട്സിൽ അടങ്ങിയിട്ടുണ്ട്. ഒരു കെമിക്കലും ഇല്ലാതെ നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇന്ന് ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഇത് ഭയങ്കര പഴുത്തതാണ്. എന്താ പഴം കണ്ടോ? പറഞ്ഞ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അമേസിങ് ടേസ്റ്റ്. കാരണം മരത്തിൽ നിന്ന് തന്നെ പഴുത്തുകൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴം.